ഹലോ ഓൾ, ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഔട്ട് എന്ന് പറയുന്നത് ഷാർജ സിറ്റി സെൻറ്ററിലേക്കായിരുന്നു. ഇതാ റെഡിയായതിൻ്റെ സന്തോഷത്തിൽ ഓടിക്കളിക്കുന്നുണ്ട് ഒരാൾ. ഞങ്ങളാദ്യം ടാക്സിയിൽ കയറി. പോകുന്ന വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അരമണിക്കൂർ എടുത്തു എത്താൻ വേണ്ടിയിട്ട്. ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ ഞാനും കൈയൊക്കെ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് KFC ആയിരുന്നു. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞാനും. അങ്ങനെ ഫുഡ് വന്നു. കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുട്ടികൾ മെയിൻ സ്ഥലം മാജിക് പ്ലാനറ്റിൽ പോയി. അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്, ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട്. ജാനകിയൊക്കെ ആദ്യമായിട്ടാണ് അതിലൊക്കെ കയറുന്നത്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് എൻജോയ് ചെയ്തു മൂന്നാളും. അവിടെ ഫുൾ ഓടിക്കളിയായിരുന്നു. ഓരോ ഗെയിമിലും പോയി, എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം. ജാനകിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡിലെല്ലാം കയറുന്നത്. അപ്പോൾ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാത്തിലും കയറാനുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു. അൻഷിക ടോപ്പ് സ്പിന്നിൽ കയറി. ഞാനൂട്ടന് കയറാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത്, പക്ഷെ പേടി എന്തോ അത് കണ്ടപ്പോൾ. എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ജാനകിക്ക് ജമ്പ് ചെയ്യാൻ അറിയില്ല ആക്ച്വലി, അതുകൊണ്ട് എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് ജമ്പ് ചെയ്യുന്നുണ്ട്. അൻഷിക്ക് ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കുക, അപ്പുറത്തുള്ളതിൽ പോവാന്നുള്ളൊരു ഇതിൽ പുറത്തോട്ട് പോകുന്ന ഓടിക്കളി തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എത്ര 2 മിനിറ്റ് 5 മിനിറ്റ്സോ അങ്ങനെ എത്ര ഉണ്ടായിരുന്നത്. കുട്ടികൾ എൻജോയ് ചെയ്തു നല്ലോണം അത്. അങ്ങനെ എല്ലാ റൈഡ്സിലും 1-2 തവണ കയറി കുട്ടികൾ കളിച്ചു നല്ലോണം. ലാസ്റ്റ് ഞങ്ങൾ കാരിഫോറിൽ പോയി കുറച്ച് സാധനം വാങ്ങാൻ. ജാനകി ഓരോ ടോയെല്ലാം എടുത്ത് നോക്കലായിരുന്നു. 3 ആൾക്കുള്ള ടോയൊക്കെ വാങ്ങി സെറ്റിലായി. ഇനി അവർ റെസ്റ്റിംഗ് ടൈമാണ്. അതിൽ കളിച്ച് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു 3 ആളും. ഓരോ സാധനങ്ങളൊക്കെ നോക്കി നടക്കലായിരുന്നു. എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒന്നുകൂടെ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ടാക്സിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം ജാനകി കളിക്കുമായിരുന്നു, ഓടിക്കളിക്കുമായിരുന്നു. അങ്ങനെ അതൊരു അടിപൊളി ദിവസമായിരുന്നു.